രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് ദൈവം എനിക്ക് നല്ലൊരു കഥാപാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതാരെങ്കിലും മനസ്സിൽ വന്ന് എഴുതി നിങ്ങൾക്ക് ആ റോള് കിട്ടാനുള്ള ഭാഗ്യം കൊണ്ടാണ്. ആ ഭാഗ്യത്തിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. എല്ലാം മനസ്സിലായ മായ? മനസ്സിലായ? എല്ലാവർക്കും മനസ്സിലായി. ഏത് ഫാമിലിയിലും സംഭവിക്കാവുന്ന ഒരു കഥയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് നമ്മളൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല, പക്ഷെ നമ്മുടെ ഒരു ആശയം പറയുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. It's like a meditation while you're doing it, because you're not thinking about anything else in those moments. And it kind of also teaches you resilience. Like when you feel like you want to give up and your mind says you can't, but you actually can. സ്വാഭാവികം എനിക്ക് പ്രണവിന്റെ കൂട്ടത്തിൽ ആ ശിക്ഷണത്തിൽ പടം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ പ്രണവ് അപ്പോൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ വർത്തമാനത്തിൽ പറഞ്ഞിരുന്നു, പ്രണവ് ഒരു ഹീറോയും ആശിഷിനെ ഒരു വില്ലനുമായിട്ടൊരു സിനിമ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രണവ് തിരിച്ചു പറയും, ചേട്ടൻ പ്ലാൻ ചെയ്തോ, ഞാൻ വില്ലൻ എന്ന് പറയും. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു വരും. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത്. എന്നെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഈവൻ ടു ദ പോയിന്റ്. ഐ ആം റിയലി ഹാപ്പി ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് ജൂലിയറ്റ്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫൈനലി വെൻ ഷീ സെഡ് യെസ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു എന്ന് പറഞ്ഞപ്പം വി എൻകറേജ്ഡ് വി ഹെൽപ്ഡ് ഹർ ഔട്ട് വിത്ത് വാട്ട് എവർ വി കുഡ്. ഇനിയും ലൈക്ക് ഹി സെഡ് ഇറ്റ്സ് ലെഫ്റ്റ് ടു ഹർ ഹൗ ഷീ മേക്സ് വാട്ട് ഷീ മേക്സ് ഔട്ട് ഓഫ് ഇറ്റ്. ഇറ്റ്സ് ഇൻ ഹർ ഹാൻഡ്സ് ആൻഡ് ആസ് എ മദർ എ വെരി പ്രൗഡ് മൊമെൻറ്റ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തുന്ന ചിത്രം വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. വെൽക്കം. താങ്ക് യു. വിസ്മയം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വി നോ യു ആസ് എ പോയറ്റ്, ഒരു ഓഥർ എന്നുള്ള പോലെ വി നോ യു. ആർട്ടിസ്റ്റ് ആണ്, യുൽ ഡ്രോ, അതൊക്കെ അറിയാം. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇന്നർ ജേർണി ആണല്ലോ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സിനിമ ഇറ്റ്സ് വെരി ലൗഡ്, ക്രൗഡഡ്. ആ ഒരു ട്രാൻസിഷൻ, ഹൗ ഇസ് ദാറ്റ്? I mean, it's just a different way of working, creatively expressing. It's really beautiful to see everyone working together for the same thing, like a synergy. Like Annie Chettan, like he made it so comfortable on set. The whole crew, Jude Chetta, like everyone made it comfortable. Now avade poyappo ellarum, because they were so welcoming, it was easy to go into that. If you ask me, like it's just a different way of expressing. Yeah. How was the first day compared to the last day? First day, I was super nervous. As guys can see, I'm always nervous, maybe. But the last day, you're more comfortable with everyone. ലാലേട്ടാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രണവിന്റെ എൻട്രി വി ഹാവ് വിറ്റ്നസ്ഡ്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ അതിനെക്കുറിച്ചുള്ള ഹോപ്പ് ആൻഡ് ആൾക്ക് എത്രത്തോളമാണ് ക്രിയേറ്റീവ്സ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ വി ആർ സീയിങ് ദാറ്റ് സെയിം യു ആർ ഗിവിംഗ് ടു വിസ്മയ ഓൾസോ. പ്രൊട്ടക്റ്റീവ് ഫാദറിനെയും കാണുന്നുണ്ട്. അതിൻ്റെ സമയത്ത് തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോ ആക്ടറായിട്ട് കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗ വാസ് ദിസ് ഹോൾ എക്സ്പീരിയൻസ്? ഫാദർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മായ ആക്ടിങ് ഇഷ്ടമുള്ള കുട്ടിയാണ്. അവര് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അവർക്ക് ആക്ടേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവര് പിന്നെ അല്ലാതെ ചില ആക്ടിങ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. മൂവ്മെന്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഡാൻസിനെ കുറിച്ചുള്ള സാധാരണ ഡാൻസ് അല്ല, സംതിങ് ഡിഫറെന്റ്. യുഎസിലൊക്കെയാണ് പഠിച്ചത്. അവർ ഫോം ചെയ്തും അല്ലെ പോയട്രി ചെയ്യുന്ന ആളാണ്, പടം വരയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു വേറൊരു എക്സ്പ്രഷനാണ് സിനിമയിലൂടെ. അത് പോയട്രിയൊക്കെ നന്നായിട്ട് ചെയ്യും, അത്യാവശ്യം നന്നായിട്ട് പടം വരയ്ക്കും. ഇതും അത്യാവശ്യം നന്നായിട്ട് ചെയ്യണം. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ചെയ്താൽ നമ്മൾ അതൊക്കെ പോറിലേൽക്കാതെ ഞങ്ങൾ രക്ഷപ്പെടും. ഷീ ഈസ് എ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് ഹർ ലൈഫ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. സെയിം വിത്ത് അപ്പു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാനാണ് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് കൂടുതൽ ബോധവാനാണ്. അല്ല വേറൊരാൾക്ക് പറയാമെന്നല്ലേ. യു ഹാവ് ടു കൾട്ടിവേറ്റ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ്. ആൻഡ് പിന്നെ അതിൽ എന്ത് വന്നാലും ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. അപ്പോൾ അവരതിനെ കണ്ടിട്ട് അതിൽ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ട് അതിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകണം. ചുമ്മാ ഒരു സിനിമ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഞാൻ അടുത്ത സിനിമയാണ് ഇതിനേക്കാളും ടഫ്, അതിൻ്റെ അടുത്ത സിനിമയാണ് ഇതിനേക്കാളും ടഫ്. അങ്ങനെയാണല്ലോ ഓരോ സിനിമ കഴിയുന്തോറും നമ്മുടെ ക്യാരക്ടർ സെലക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളും അതിൻ്റെ അപ്പം മുകളിലോട്ട് പോകണം. അതിനെ ഒരു
ഒരു കോൺഫിഡൻസ് വേണം, ഒരു ഇൻറ്റഗ്രിറ്റി വേണം, നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരാൾക്ക് പോലും ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. ഒരു ഗെയിം പോലെ അല്ലേ, ഒരു ഷട്ടിൽ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഗോൾഫ്. അവർ എത്ര വർഷത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അവരങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക്. അപ്പോൾ ആക്ടിങ്ങിലും അങ്ങനെയാണ്. ഒരു നല്ല പാട്ടുകാരനായിട്ട് ഇത്ര വർഷം സാധകം ചെയ്തിട്ടില്ലേ, അത് തീരുന്നില്ല, വീണ്ടും അടുത്ത തലത്തിലേക്ക്. അത് ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആക്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും സമയം ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ തയ്യാറാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അദ്ദേഹത്തെ സിനിമയായിട്ട് വേണമെങ്കിൽ കാണാം. രണ്ടുപേരും ആ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ട സീനുകളൊക്കെ അങ്ങനെയായിരുന്നു. ജൂഡാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. വളരെ നന്നായിട്ട് അതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും. ഇനി റെസ്പോൺസിബിലിറ്റി. സുചിത്ര മാം, ഇതിപ്പോ ഏറ്റവും കൂടുതൽ സിനിമയായിട്ട് ലോങ്സ്റ്റ് റിലേഷൻ ഉള്ള ആളാരെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി യു. ദിസ് ഇസ് ലൈക്ക് എ ഫുൾ സർക്കിൾ മൊമെന്റ്. ഷീ ഈസ് ഓൾസോ എൻറ്ററിംഗ് ടു ദ മൂവി ആൻഡ് how is that excitement? Very emotional. Like Pranav anengil at some point of time, okay, in the beginning he was like, no, I'm not interested, അങ്ങനെയൊക്കെ. അതിനൊന്നും പഠിച്ചത് ഫിലോസഫി ആയിരുന്നു. സോ വി തോട്ട് ഓക്കെ, അത് കഴിഞ്ഞ് he'll probably go into teaching. അങ്ങനെയൊക്കെ at one point of time അതായിരുന്നു. പിന്നെ അതും I didn't see it going anywhere. The next thing, as parents we have to guide the children എന്തെങ്കിലും ചെയ്യുക. So then this is all, I mean, both of us, we know only this. Okay. I've seen this from my childhood. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് finally he said he'll try his hand at being an assistant director to Jitu Joseph. Yeah. That's how it started. Yeah. Then he went. So other, at least evidio we had expected something. Pressure with her, even though she had said, I mean, I've seen her in theatre, in school, അതൊക്കെ ചെയ്തിട്ടുണ്ട്. And at one point of time she said she is interested in acting. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ finally when she said, yes, this is what I want to do എന്ന് പറഞ്ഞപ്പം we encouraged her, we helped her out with whatever we could. ഇനിയും like he said, it's left to her how she makes what she makes out of it. It's in her hands. And as a mother, a very proud moment, of course. അല്ല, എപ്പോഴും ഇങ്ങനെ അപ്പുറത്തും വന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? മായയുടെ ആ ഒരു ജേർണിയിൽ യു ഗോട്ട് ഇനഫ് സ്പേസ് ടു എക്സ്പ്ലോർ യുവർ പാഷൻ, ഇൻട്രസ്റ്റ്, ടു ട്രാവൽ, റൈറ്റ്? മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഒരു ബോഡിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്തതെന്ന് കൂടി പറയാമോ? I think it makes you strong, physically and mentally. Okay. And it's like a meditation while you're doing it, because you're not thinking about anything else in those moments. And it kind of also teaches you resilience. Like when you feel like you want to give up and your mind says you can't, but you actually can. Like your body, you just have to get past your mind. Your body can do more than you think. So I think that also translates to life in many situations where we think we can't, but we can. Yeah. At what age you started practicing martial arts? I just came across it in 2020. I wish I had started earlier. I really want to learn Kung Fu and Kalari. These are all things I want to explore. And Kenjutsu. So yeah, it's a lot of things that I want to try. Yeah. ആന്റണി ചേട്ടാ, ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. അല്ലെ, നിങ്ങളുടെ രണ്ട് ഫാമിലിയുടെ ബോണ്ടിങ് കുറേ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് അറിയുന്നതാണ്. ഇപ്പോൾ രണ്ട് കുട്ടികളും ഒരുമിച്ച് ഒരു സിനിമയിൽ എൻ്റർ ചെയ്യാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാത്ത ഞാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലാൽ സാറിന്റെ കൂട്ടത്തില് നമ്മൾ ഇവിടം വരെ ജീവിച്ചു വരുമ്പോൾ ഇപ്പൊ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അവരോട് ചേർന്ന്, അപ്പുവിന്റെ സിനിമയിലായ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യം. അതുപോലെ തന്നെ മായ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അത് തന്നെയാണ്, അതുപോലെ തന്നെ. അപ്പം അതൊരു ഭാഗ്യമാണ്. ഞാനിതിനെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു സ്വകാര്യതയിൽ ഏറ്റവും ഭയങ്കര സന്തോഷമായി സൂക്ഷിക്കുന്നത്. ലൈഫിൽ ഏറ്റവും പ്രധാനമായ ഒരു സമയമാണ്. ഇതിനെ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. പിന്നെ ഇവരെ ഇപ്പോൾ രണ്ടുപേരും സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ, മായ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ, ടൂറിൻ്റെ പടത്തിൽ അപ്പു വരുന്ന സമയത്തൊക്കെ അപ്പോൾ അത്രയും കംഫർട്ട് കൊടുത്തായിരുന്നു ആ സിനിമ ചെയ്തത്. മായ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്തും ജൂഡ് അത് വളരെയധികം അത്രയും കംഫർട്ട് കൊടുത്തിട്ടുണ്ട് മായക്കൊക്കെ. നമ്മളുടെ ഒരു പ്രൊഡക്ഷനും കൂടി ആവുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്. ചേച്ചിയൊക്കെ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ചേച്ചിയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അതിയായ സന്തോഷമുള്ള സമയമാണ്. പ്രാർത്ഥനയുണ്ട്. മോഹൻലാൽ സാറുമായി ചേർന്നുള്ള യാത്രയിൽ സിനിമയിൽ ഞങ്ങളെ സ്നേഹിച്ച ആൾക്കാരോടൊക്കെ ആ സപ്പോർട്ട് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കും ഞാൻ ആഗ്രഹിക്കുന്നു.
ആ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പറയാം. ജൂഡിലേക്ക് വന്നാൽ യെസ്, ഇവിടെ വന്ന സമയത്ത് എന്നോടൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതൊന്നും ഞാൻ പറയില്ല, ഇത് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ചോദിക്കാം. 2018 പോലൊരു ഗംഭീര സിനിമ, ഒരു ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ള ഡയറക്ടറാണ്. ആൻഡ് ഇപ്പോൾ എഗെയിൻ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചുള്ള റെഫറൻസ് പലപ്പോഴും പറയുന്ന അത്ര വലിയൊരു മഴക്കാലത്തിൽ വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ചിത്രം വരുന്നു. എന്താണ് തുടക്കത്തെക്കുറിച്ച് പറയാറുള്ളത്? ഞാൻ ഒരിക്കലും ഒരു സിനിമ പ്ലാൻ ചെയ്ത പോലെ പോകാറില്ല. ഇപ്പം എൻ്റെ ഫസ്റ്റ് പടം ശരിക്കും വേറൊരു സിനിമയായിരുന്നു ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത്. അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ ലേറ്റ് ആകുമ്പോഴാണ് ഓം ശാന്തി ഓശാൻ എന്നിലേക്ക് വന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ 2018 ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ വെള്ളം കയറി ഞാൻ ആ സമയത്തൊന്നും വീട്ടിലില്ലായിരുന്നു. അത് വീടൊക്കെ മുങ്ങിപ്പോയി. ഞാൻ ഈ ന്യൂസും ഒന്നും കണ്ടില്ല, പത്രം ഒന്നും വായിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ സിനിമ ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിലേക്ക് ദൈവം ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ പടം കൊണ്ടുത്തരും എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഭാഗ്യമായിട്ട് എന്നിലേക്ക് വന്നതാണ് ഈ സിനിമ. ചേച്ചിയാണ് വിശാഖ് സുബ്രഹ്മണ്യം വഴി എന്നെ വിളിച്ചത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ മായയ്ക്ക് ഇങ്ങനെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്, എന്തെങ്കിലും നല്ല കഥകളുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ഞാനും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും നമുക്ക് രണ്ടുപേർക്കും ഓക്കെ എന്ന് ഒറ്റയടിക്ക് പറയാവുന്നൊരു കഥ എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കഥ, പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കഥ ഞാൻ ഒന്ന് റീവർക്ക് ചെയ്തു. അപ്പം ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആനന്ദിച്ചേട്ടനോട് പറഞ്ഞു, ആനന്ദിച്ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആനന്ദിച്ചേട്ടൻ്റെ വക പടത്തിൽ ഒരുപാട് നല്ല നല്ല സജഷൻസ് പറഞ്ഞു. അതിലൊരു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം മാറി വർക്ക് ചെയ്തു, ഒന്നുകൂടി റീവർക്ക് ചെയ്തു, ഒന്നുകൂടി പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ലാൽസാറിനോട് പറഞ്ഞാലോ എന്ന് പറഞ്ഞു. ലാൽസാറിനോട് പറഞ്ഞു. ലാൽസാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തുടക്കം എന്ന് പേരിട്ടാലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ചേട്ടനോട്. ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പടം അനൗൺസ് ചെയ്യാം എന്ന് പറഞ്ഞു. അനൗൺസ് ചെയ്തു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നീ എങ്ങനെ പേര് മാറ്റുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ. കാരണം ഞാൻ ഈ പേര് ഇങ്ങനെ ഇടണം, തുടരും കഴിഞ്ഞ് തുടക്കം എന്നൊക്കെ ആൾക്കാർ പറയുമെന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറ്റണമെന്നൊക്കെ ആലോചിച്ച് ചേട്ടനത് മനസ്സിലായി. അപ്പം തന്നെ അനൗൺസ് ചെയ്തത്. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ലൊരു ടീം വന്നു. കാരണം മോഹൻലാൽ സാറിൻ്റെ മകളുടെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിളിക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാം വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർ ഒരു ചെറിയ സിനിമയാണോ വലിയ സിനിമയാണോ 2018 ശേഷം അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത്. നമുക്ക് എല്ലാവർക്കും മോഹൻലാൽ സാറിനോടുള്ള ഇഷ്ടം നമുക്കറിയാലോ. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ വരുന്ന സിനിമയിൽ വരുന്നു, നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ. പിന്നെ ആശീർവാദിനെ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും തരും. എനിക്ക് ഇന്ന ആൾ വേണമെന്ന് പറഞ്ഞാൽ അയാൾ തരും, എന്ന ക്യാമറ വേണമെന്ന് പറഞ്ഞാൽ തരും, എത്ര ദിവസം വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. ചേച്ചി ഉണ്ടായിരുന്നു, ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ആശിഷ് നമ്മുടെ പടത്തിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ലാൽ സാർ അഭിനയിച്ച ഈ പടത്തിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയായിരുന്നു, ഞാൻ ഇത് ഒരു കുടുംബ ചിത്രം എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒരു ചിത്രമാണ് എന്ന രീതിയിൽ പറയുന്നത്. പക്ഷേ ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് നമ്മൾ രാവിലെ മുതൽ ലൊക്കേഷനിൽ നിന്ന് തമാശയും ബഹളവും. മായയ്ക്ക് മാത്രമേ ടെൻഷനുള്ളായിരുന്നു, നമ്മളെല്ലാം എൻജോയ് ചെയ്യായിരുന്നു. മായ ഫുൾ ടെൻഷൻ അടിച്ചു. പക്ഷെ മായയുടെ ടെൻഷൻ മാറ്റം മായ തന്നെ ഒരു വഴി നമുക്ക് കണ്ടുപിടിച്ചു തന്നെ. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം നോക്കുമ്പോൾ മായ ഹെഡ്ഫോണിലൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മായ എന്ത് സോങ് ആയിരിക്കും കേൾക്കുന്നതെന്ന് അറിയാം. ഒരു ദിവസം ഞാൻ ഹെഡ്ഫോൺ വെച്ച് നോക്കി. അപ്പോൾ ഒരു ഏത് ലാംഗ്വേജ് ആയിരുന്നത്? മംഗോളിയൻ ഒരു സോങ് ആണ്. അപ്പം ഞാൻ ഇത് നല്ലൊരു സോങ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ മായക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ സ്പീക്കറിൽ ഈ പാട്ടിട്ട് കൊടുക്കും. അപ്പം മായ ചാർജ് ആവും. പിന്നെ മായ റൂമിനുള്ളിൽ കയറി ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരും. പിന്നെ ഗംഭീരമായിട്ട് അഭിനയിക്കും. ആക്ച്വലി ആദ്യത്തെ ഒരു 3 ദിവസം ഞങ്ങൾ മായ ഇല്ലാതെയാണ് പടം തുടങ്ങിയത്. ആശിഷിന്റെ കുറച്ച് പോർഷൻ വെച്ചാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ടേക്കിൽ മാത്രമാണ് ആശിഷിന് ചെറിയൊരു പുതിയൊരാളുടെ തോന്നി. പിന്നെ അങ്ങോട്ട് പിന്നെ നോക്കിയപ്പോൾ ലൊക്കേഷനിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ മായ പെട്ടെന്ന് എല്ലാവരും സിങ്കായി. മായയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ക്യാരക്ടറാണ് മെസ്സി എന്നുള്ളൊരു ഡോഗ് ഈ പടത്തിൽ. അപ്പോൾ ആ പട്ടിയായിട്ടാണ് മായ കൂടുതൽ കമ്പനി ആയത്. എന്നെക്കാൾ കൂടുതൽ മെസ്സി ആയിട്ടാണ് മായ കമ്പനി ആയത്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ മായയുടെ ഷൂട്ട് തുടങ്ങി. പക്ഷേ വളരെ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുള്ളൂ. ചേച്ചി ഫുൾ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം നേരത്തെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് മായയ്ക്ക് അങ്ങനെ വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു ജോളി മൂഡിൽ അങ്ങ് ഷൂട്ട് ചെയ്ത്. മായയ്ക്ക് മലയാളത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ഒരു ആക്ടർ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു തെലുങ്കിൽ പോയി അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന സെയിം പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് ആ ഭാഷയെ കുറിച്ച് അധികം യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് നമ്മളത് വീടുകളിലും അല്ലെങ്കിൽ നമ്മൾക്കൊന്നും യൂസ് ചെയ്തില്ല. നമ്മളിപ്പോൾ തെലുങ്ക് പറയാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പഠിച്ച തെലുങ്ക് എനിക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ മായയ്ക്ക് മലയാളം പക്കയായിട്ട് വരുന്ന ഒരു ദിവസം മായയുടെ ഗംഭീര പെർഫോമൻസ് ഞാൻ പറയുകയും ചെയ്തു. അതായത് ഒരു ദിവസം ഞങ്ങൾ ഡയലോഗ് മലയാളത്തിൽ വേണ്ട എന്ത് വേണേലും പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മായ പെട്ടെന്നൊരു എനർജി കയറി. മായ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് നമ്മുടെ പടത്തിന് ആവശ്യമുള്ള പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതിൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ട്രസ്സാണ് മായ. എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ പറ്റുക. കാരണം ഇത്രയും എന്താ പറയുക ഫാമിലി ആയിട്ടുള്ള
ഒരു സിനിമ, അതായത് എല്ലാവരും എല്ലാ ദിവസവും ഉണ്ടായിരുന്നൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ലാലേട്ടൻ മായ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഷീ ഈസ് എ ക്ലാസിക് ഓവർ തിങ്കർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടനെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ ഭയങ്കര കാമൻ കമ്പോസ്ഡ് ഗ്രൗണ്ടഡ് എനർജിയിലാണ് നമ്മൾ മോസ്റ്റ്ലി കാണാറുള്ളത്. അപ്പം എങ്ങനെയാ മായനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ വേറെ കാര്യം ആലോചിച്ചിട്ടില്ല. ആഹാ. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. ആഹാ. അപ്പു വളരെ കാമായിട്ടുള്ള മായ കുറച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം. Yeah. അതാണ് അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ പലപ്പോഴും ഇന്നലത്തത് മിനിഞ്ഞാന്നത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 10 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ചിന്തകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശ്രമിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് അതിനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ പ്രസന്റിൽ ജീവിക്കാൻ പറ്റും. എസ്പെഷ്യലി ഒരു ആക്ടർക്ക് അത് അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, ചിന്തിച്ചാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് നിങ്ങൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്, എങ്ങനെയാണ് അതിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടിരുന്നത് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയാണ്. ആശിഷ്, അപ്പോൾ ആശീർവാദിന്റെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന ആശിഷിന് ഓൾവേസ് മൂവി മൈൻഡിൽ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അല്ലേ? ആക്ച്വലി അതെ. യെസ്, ഫസ്റ്റ് മൂവി തുടക്കമാവുന്നു. ഹൗ ഇസ് ദ എക്സ്പീരിയൻസ്? ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്, പിന്നെ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞാൻ കുറേ എൻജോയ് ചെയ്തു, കുറേ പഠിക്കാനും പറ്റി, പിന്നെ കുറേ പേരായിട്ട് മിങ്കിൾ ചെയ്യാനും ഐ കൺസിഡർ ആസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. അപ്പോൾ ജൂഡേറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാനും അഗൈൻ എന്താണെന്നുള്ളൊരു ടേക്ക് അവേ എന്താ? എനിക്ക് തോന്നുന്നു എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത്. എന്നെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഈവൻ ടു ദ പോയിന്റ്. അപ്പോൾ ചില സീൻസൊക്കെ മുമ്പേ എനിക്ക് കാണിച്ചു തരായിരുന്നു. ഈവൻ എന്നെ സൈഡിൽ കൊണ്ടുപോയി എന്നെ പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. കാരണം ഒരു വേവ് ലെങ്ത് മനസ്സിലാവാനും പിന്നെ ജൂഡേറ്റിന് അത്രയും ക്ലിയർ ആണ് എല്ലാ കാര്യത്തിലും. സോ അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഓൾസോ 2018 കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുഷ് ചെയ്ത ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐ ആം റിയലി ഹാപ്പി ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് ജൂഡേറ്റ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ? നല്ല ക്യാരക്ടറാണ്. എത്ര ദിവസമായിരുന്നു ഫുള്ള് ഷൂട്ട് ഉണ്ടായിരുന്നു? ടോട്ടൽ നമ്മൾ പല ഷെഡ്യൂൾസ് ആയിരുന്നു. അത് ആദ്യത്തെ ഷെഡ്യൂൾ എനിക്ക് ഒരു 19 days ആയിരുന്നു, പിന്നെ ഒരു 4 ദിവസം ബ്രേക്ക്, പിന്നെ ഒരു 20 days, മൊത്തം 72 days ആയിരുന്നു ഷൂട്ട്. ലൊക്കേഷൻ മെയിൻ ലൊക്കേഷൻ കുട്ടിക്കാനം ആയിരുന്നു. പിന്നെ കുട്ടിക്കാനത്ത് അങ്ങനെ ക്ലൈമറ്റിൽ നമുക്ക് ഫുൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻ നമ്മൾ സെറ്റിൽ എറണാകുളം ഷൂട്ട് ചെയ്തു. പിന്നെ തൊടുപുഴ, മേജർലി കുട്ടിക്കാനമായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും വിഷ്വലി ഗ്രാമം, എനിക്ക് എപ്പോഴും ഞാനൊരു സത്യനന്ദിക്കാട് ഫാനാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് വളരെ നാട്ടിൻ പുറത്ത് കിടക്കുന്ന കഥകളിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറയണം എന്ന ആഗ്രഹമുള്ളൊരു ഫിലിം മേക്കറാണ് ബേസിക്കലി. എനിക്ക് പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയുന്നത് എനിക്ക് എപ്പോഴും വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ പച്ചപ്പും ഹരിതാപം കണ്ടേക്കാം. ആൻഡ് സുചിത്ര മാമിനോട് ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട്. മായ ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മദർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് മായയ്ക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് തോന്നുന്ന ആ ഒരു ക്വാളിറ്റി എന്താണ്? മായ അവൾക്ക് വന്നിട്ട് കുറേ സമയം ദേഷ്യം പിടിച്ച് വെക്കാൻ പറ്റില്ല. ലൈക്ക് ഐ തിങ്ക് എല്ലാം അമ്മയും മോളും പോലെ നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. ഞാൻ എന്നിട്ട് കുറേ സമയം ഇങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷെ അവള് വന്നിട്ട് ഉറങ്ങണം മുമ്പ് ഷീ ഹാസ് ടു ക്ലിയർ എവറിത്തിങ്. അവളാന്ന് പറഞ്ഞ അമ്മ കെൻ വി ഹാവ് എ ഹഗ്. അപ്പോഴും ഞാൻ കുറച്ച് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഹഗ്. അതോടെ അവളുടെ ദേഷ്യമൊക്കെ കഴിഞ്ഞു. സോ അവളൊന്ന് ഉറങ്ങണം മുമ്പ് എല്ലാം ക്ലിയർ ചെയ്ത് വഴക്കൊന്നും ഇല്ലാതെ ആ ഒരു ക്ലിയർ മൈൻഡ് വെച്ചിട്ട് ഉറങ്ങാൻ ഇഷ്ടമുള്ള ഒരാള്. സോ ഷീ ഡസൻ ഹോൾഡ് ഓൺ ടു ആങ്കർ. അച്ഛൻ്റെ അടുത്ത് അങ്ങനെയാണ്? അച്ഛൻ്റെ അടുത്ത് വഴക്കിടാറുണ്ടോ? യു ഫൈറ്റ് വിത്ത് ഹിം? Really? Yeah, Acha doesn't fight back. Even if I try to fight with him. Disappointing. Yeah, Acha doesn't fight back, so it can't ever escalate. മായ ഭയങ്കര പ്ലാൻ ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് കേട്ടു. So how is that planning? I mean, when I say planning, I will plan where I stay. Okay. Angante planning. But there's no itinerary or anything. അങ്ങനെയൊന്നുമില്ല. Why I said that was because someone asked me, how do you travel differently to your brother? എൻ്റെ ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോൾ അന്ന് തന്നെ, like he'll just go there and then find a place to stay. But I can't do that.
Yeah. സുചിത്ര മാമിന് ഇങ്ങനെ ഈ സ്ട്രക്ചറിൽ സിനിമക്കാരുടെ കൂടെ ആകുമ്പോഴേക്കും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കീപ്പ് എ സ്ട്രക്ചർ അല്ലേ, ഷെഡ്യൂൾസ് മാറുന്ന അനുസരിച്ചിട്ട് ഇറ്റ്സ് ഓൾവേസ് ചേഞ്ചിങ്. ഈ സ്ട്രക്ചർ ഇല്ലായ്മ ഇറ്റ്സ് വെരി ഫെമിലിയർ ആണോ ഇപ്പോൾ? സ്ട്രക്ചർ ഇല്ലാമ ഇസ് ഫോർ ദം. ഞാൻ വീട്ടിലുള്ള ഒരാളാ, അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ, എന്തായാലും ഉണ്ടായിട്ടില്ല. വാട്ട് എവർ ഹാപ്പൻസ് അറ്റ് ഹോം ഇറ്റ്സ് ഫോർ സ്കെഡ്യൂൾ, മീൻ ലൈക്ക് ഡേ ടു ഡേ അത് അതുപോലെ പോയോണ്ടിരിക്കും. ഓക്കെ, ഇവരല്ലേ വീട്ടിലില്ലാത്ത ആൾക്കാർ അവർക്ക്. ആന്റണി ചേട്ടാ, ആശിഷ് എന്തായാലും സിനിമയിലേക്ക് വരും എന്നുള്ളത് ചൈൽഡ്ഹുഡ് തൊട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പണ്ട് തൊട്ട് പറയാറുണ്ടായിരുന്നത്? പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ച്, കരിയറിനെ കുറിച്ച് അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു? എന്റെ തോന്നലാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആശിഷ്. അപ്പൊ സ്വാഭാവികം എനിക്ക് പ്രണവിന്റെ കൂട്ടത്തിൽ ആശിഷിനൊക്കെ പടം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ പ്രണവ് അപ്പോൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങളുടെ വർത്തമാനത്തിൽ പറഞ്ഞിരുന്നു, പ്രണവ് ഒരു ഹീറോയും ആശിഷിനും ഒരു വില്ലനുമായിട്ടൊരു സിനിമ നോക്കി ചെയ്യുന്നു. അപ്പൊ പ്രണവ് തിരിച്ചു പറയും, ചേട്ടൻ പ്ലാൻ ചെയ്തോ, ഞാൻ വില്ലൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞു വരും. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെ മായ ഒരു സിനിമയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു ഒരു പല പ്രാവശ്യം കേട്ടോ. ഇപ്പൊ 6 വർഷം മുൻപ് ജൂഡുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനും ഇത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ഒരിക്കലും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടേ. അത് കഴിഞ്ഞ് ചേച്ചി ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ ജൂഡ് ഒരു പ്രാവശ്യം വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇതൊരു സീരിയസ് കാര്യമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും ശരിക്കും ആശിഷിനെ ആ സിനിമയിലേക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കഥകളെ കേട്ട് ഞാനും ചേച്ചിയും ജൂഡും കൂടി ആദ്യം ഇരുന്ന് ആ സബ്ജക്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു വേഷം ആശിഷിന് കൊടുത്താൽ നല്ലതായിരിക്കും ഒരു അഭിപ്രായം. ജൂഡ് പറഞ്ഞു, ശരിക്കും ചേട്ടാ എൻ്റെ മനസ്സിലുണ്ട്, അത് സംസാരിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ചേച്ചിയും ലാൽ സാറും കേട്ട് നമ്മൾ സംസാരിച്ചാണ് ആശിഷ് അതിലേക്ക് വരുന്നത്. ഒരു സിനിമയിൽ ആശിഷിനെ അഭിനയിപ്പിക്കണം എന്ന് എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആശിഷായിട്ടോ എൻ്റെ വീട്ടിലോ അങ്ങനെ സംസാരിച്ചു. എനിക്ക് ആഗ്രഹം. ഇത് ചെറിയ ഒരു കാര്യമല്ല, എന്നെ സംബന്ധിച്ചും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ട കാര്യമാണ്. കാരണം മോഹൻലാൽ സാറിന്റെ മകൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. ആ സിനിമയുടെ സ്ഥലത്ത് വെച്ച് മോഹൻലാൽ സാർ തന്നെ എൻ്റെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവനെ സംസാരിക്കുന്നു, അവന് ആ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നു, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കത്, എൻ്റെ കുടുംബത്തിനത് ഭയങ്കര പ്രിയം. മായ അഭിനയിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾക്ക് ആ സിനിമ നിർമ്മിക്കാൻ പറ്റുന്നു, ആ സിനിമയിൽ എൻ്റെ മകൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ. അത് ആശിഷും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മായ ചേച്ചിയുടെ കൂടെ കുറേ നാള് ഇത് കുട്ടിക്കാലം പോലെ കാണുന്നുണ്ടെന്നുള്ളത് കാര്യമില്ല. ഇത്രയും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ അവസരം കിട്ടുന്നതെന്ന് പറയുന്നതൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. ഇവരുടെ ഗ്രൂപ്പിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 3 പേരുള്ളൂ ഗ്രൂപ്പിൽ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. മായ ചേച്ചിയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നോ? കുറച്ച് പറഞ്ഞോ? എല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ ജൂഡിനെ നോക്കിയിട്ട് പെർമിഷൻ എടുത്തിട്ട് ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരല്ലേ? ഉണ്ടായിരുന്നു, രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചു. ഓക്കെ, നൈസ്. അപ്പം ആദ്യം ഞങ്ങൾ തിയേറ്ററിൽ കാണാട്ടോ. അപ്പയുണ്ട്, അനുചേട്ടൻ അഭിനയിച്ചിട്ട് ഞാൻ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ. അത് പിന്നെ നമുക്ക് അലിഖിത ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി കൂടി വന്നാൽ അത് പൂർത്തിയാവുള്ളൂ. മുഴുവൻ കുടുംബചിത്രം വന്നില്ല. ചേച്ചി അവസാന നിമിഷം കാലുവരും. ഫുൾ ഫാമിലി പടം. അല്ല, അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? എന്തെങ്കിലും ഞങ്ങൾ സ്ക്രീനിൽ കാണുമോ? ലാൽ സാർ അടക്കം അത് സമ്മതിച്ചതാണ് എനിക്ക്. പക്ഷെ ചേച്ചി പറഞ്ഞില്ല, ഞാനില്ല എന്ന് പറഞ്ഞു. ഒരു ബസ്സിലിരിക്കാൻ പറഞ്ഞു അവസാനം. ബസ്സിലിരുന്ന് യാത്ര ചെയ്തു. അപ്പൊ ആ സമയത്ത് പറഞ്ഞു ഭയങ്കര ഒരുപാട് സമയം രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രി ഇറങ്ങാം. മലയാളത്തില് ഒരുപാട് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഏത് ഡയറക്ടറും ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ they'll say. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജൂഡിനെ സെലക്ട് ചെയ്തത്? എന്താണ് ആ ഒരു സ്പെഷ്യാലിറ്റി? ഞാൻ എന്നിട്ട് ഓം ശാന്തി ഓശാന കണ്ടിട്ടുണ്ട്, പിന്നെ സാരാസ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫീമെയിൽ ഓറിയന്റഡ് അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. സോ ദെൻ ആൻഡ് ഐ ലൈക്ഡ് ദോസ് ഫിലിംസ്. അപ്പോൾ പിന്നെ ഐ ന്യൂ വിശാഖ് സുബ്രഹ്മണ്യം, ദേ ഓൾ നോ, ഐ മീൻ ജൂഡ് വെരി വെൽ. അപ്പോൾ ആ വഴിക്ക് ഐ സെഡ് കൻ യു ആസ്ക് ഹിം ഇഫ് ഹി ഹാസ് എനിത്തിങ്. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നല്ല കാര്യം. I haven't told him that. ഞാൻ ആക്ച്വലി ചോദിച്ചില്ല. ഇനി ആ ചോദിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെടണോ ചോദിച്ചു ചേച്ചി എന്തിനാ എന്നെ വിളിച്ചെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അന്ന ശരി വേറെ ആൾ വിളിച്ചോളാം. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തുടക്കം വിറ്റ്നസ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. എന്ത് ജോണറിലുള്ള ചിത്രമാണെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും പറയാം. പിന്നെ റിലീസ് ആകാൻ പോവല്ലേ, ഫാമിലി ഡ്രാമയാണ്. അതിൽ കുറച്ച് ത്രില്ലിംഗ് എലിമെന്റ്സ് ഉണ്ട്.
എല്ലാവർക്കും ഇഷ്ടാവും. ഏത് ഫാമിലിയിലും സംഭവിക്കാവുന്ന ഒരു കഥയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് നമ്മളൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആക്ച്വലി പടം ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മൾ ഒരു ഫാമിലിയിൽ വരുന്ന ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം. അത് ഒരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല, പക്ഷെ നമ്മുടെ ഒരു ആശയം പറയുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലാൽ സാർ ഈ പടത്തിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ആശിഷ് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, മായ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്, സായി ചേട്ടനുണ്ട്, മനോജ് ചേട്ടനുണ്ട്, ജാഫർ ഇടുക്കി, ജിലു, ജിബിൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ബോബി ചേട്ടൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അശ്വിൻ എന്നൊരു, അങ്ങനെ ഒരുപാട് നല്ല പേര് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്, നല്ല രസമുള്ള കുറേ വിഷ്വൽസ് ഉണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാം. 2 മണിക്കൂർ 19 മിനിറ്റ്. ഒരു പറ്റിയില്ല, ഒരു നല്ലൊരു പട്ടി ഉഗ്രനായിരുന്നു. പടം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ ഇതൊരു ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന ഒരു ഓണച്ചിത്രം. ലാലേട്ടൻ സിനിമയുടെ പൂജയുടെ സമയത്ത് മായ ബ്ലസ് ചെയ്ത സമയത്ത് പറയണ്ടായിരുന്നു ഒരു ഫോർ എവർ അഫെയർ വിത്ത് സിനിമ വിഷ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫോർ എവർ അഫെയർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടതെന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യും. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗ്രേറ്റ് പ്രൊഫഷൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കി. ചുമ്മാ ഒരു സിനിമ അഭിനയിക്കാനായിട്ടല്ലല്ലോ, ഒരു ചുമ്മാ ആയിട്ട് വരുന്നത് ഒരു സിനിമ അഭിനയിച്ചിട്ടാണ്. ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, എനിക്കൊക്കെ ഉള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, കോ സ്റ്റാർസ് ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർക്കും അതിനു വേണ്ടി പ്രേ ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടി, നല്ല ഡയറക്ടേഴ്സിനെ കിട്ടാൻ വേണ്ടി. ഒരു ഹൈ ഒരു മെഡിറ്റേഷൻ മായ പറഞ്ഞ പോലെയാണ്. അത് നാളെ എണീറ്റിട്ട് ഒരു നല്ല സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. നല്ല സിനിമ നിങ്ങളെ തേടി വരണം. അങ്ങനെ തേടി വരണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിലൊരു ഡെഡിക്കേഷൻ വേണം, കോൺഫിഡൻസ് വേണം, ഒരു ഇൻറ്റഗ്രിറ്റി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സിനിമയിൽ മാത്രമല്ല, എല്ലാ കാര്യവും. ഒരു ഡോക്ടർ, അയാൾ ഏറ്റവും നല്ലൊരു ഡോക്ടറായി മാറാൻ എന്ത് ചെയ്യണം? അയാൾ അതിൻ്റെ പുറകെ നിൽക്കണം, അത് പഠിക്കണം, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. അയാൾക്കൊരു ഭാഗ്യം വേണം, നല്ല പേഷ്യൻസിനെ കിട്ടും. എല്ലാ ജോലിയിലും അതാണ്. അപ്പോൾ അതിലൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല, എസ്പെഷ്യലി സിനിമയിലെ ആക്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ മോഹൻലാലിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും 2 നേരം. ഇപ്പം ഇതാണെങ്കിൽ അയാൾ ഡയറക്ടറുടെ നേരം. അങ്ങനെയല്ല, ഒരു സിനിമ സംഭവിക്കുകയാണ്. അപ്പം സെലക്ഷൻ ഓഫ് സിനിമാസ് നോക്കണം. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനൊന്നും നമുക്ക് പറ്റിയിരുന്നു. സെലക്ഷൻ ഓഫ് സിനിമാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാ സിനിമയിലും അഭിനയിച്ച് അങ്ങ് പോവുക. അതിനെക്കുറിച്ച് വറിയടല്ലേ. പിന്നെ എനിക്കൊക്കെ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആക്ടേഴ്സ് എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ആരും ഇല്ല ഇവിടെ. അപ്പോൾ അതൊക്കെ ഇവർ മിസ് ചെയ്യും. അത് അവരൊക്കെ ഒരുപാട് അവരുടെ ഹെൽപ്പ് ഉണ്ടാവും, അവരുടെ ബ്ലെസ്സിങ്. ഇപ്പോൾ ഈ സിനിമയിലെ സായി കുമാർ, ഇവരുടെ അച്ഛനായിട്ട് മായയുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടായിരിക്കും അയാൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് സായി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല ആൾക്കാരെ വെച്ചിട്ട് വേണം സിനിമ ചെയ്യാൻ. ഇപ്പോൾ ക്യാരക്ടർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് ആരെ വേണേലൊക്കെ വയ്ക്കാം. ഇത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ക്യാരക്ടർ പോലും നല്ല ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണം. കാര്യം സിനിമ വളരെ ഒരു പ്രത്യേക ദിശയിൽ കൂടെ പോവുകയാണ്. ഒരു സക്സസ്ഫുൾ സിനിമ ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമുള്ള സമയം. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞതിനകത്ത് പറഞ്ഞു പോയൊരു എലമെന്റ് ആണ് ലാലേട്ടൻ ഭാഗ്യത്തിനെ കുറിച്ച്. അതൊരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. നല്ലത് വന്നു ചേരണം എന്ന് പറഞ്ഞു. ജൂഡ് അതൊരു ദൈവാനുഗ്രഹം ആയിരിക്കണം എന്ന് പറഞ്ഞു. ആന്റണി ചേട്ടന് വേറെ കുറഞ്ഞ അതാണ് പറഞ്ഞു വെച്ചത്. നിങ്ങളൊക്കെ എല്ലാവരും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷനെ സ്പിരിച്വൽ ആയിട്ട് അങ്ങനെയാണല്ലോ. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് ദൈവമേ എനിക്ക് നല്ലൊരു കഥാപാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതാരെങ്കിലും മനസ്സിൽ വന്ന് എഴുതി നിങ്ങൾക്ക് ആ റോള് കിട്ടാനുള്ള ഭാഗ്യം കൊണ്ടാണ്. ആ ഭാഗ്യത്തിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എല്ലാം മനസ്സിലായ മായ? രണ്ടുപേർക്കും മനസ്സിലായി. അപ്പൊ അവരായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് എന്ന് പറയുന്നത്. അപ്പൊ തുടക്കം 7-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് ആകാംക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു ആകാംക്ഷയുടെ വെയിറ്റ് ഉണ്ടോ മായയ്ക്ക്? ആണോ? ബട്ട് ഓൾ ദി ബെസ്റ്റ്. Thank you. എല്ലാവരും 7 തന്നെ പോയി കാണണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you.